ഇടുക്കി വണ്ണപ്പുറം കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ യുവാവ് കൊക്കയിൽ വീണു എന്ന ഒരു വിവരം വരുന്നുണ്ട്. ചീങ്കൽ സിറ്റി സ്വദേശിയായ സാംസൺ ആണ് അപകടത്തിൽപ്പെട്ടത്. തൊടുപുഴ ഫയർഫോഴ്സും പോലീസും എത്തി യുവാവിനെ രക്ഷപ്പെടുത്തി. ദൃശ്യങ്ങളിലേക്കാണ് ആൽവിൻ തോമസിന്റെ ഇടുക്കിൽ നിന്ന്. ആൽവിൻ, ഈ അപകടത്തിൽപ്പെട്ടയാളെ രക്ഷപ്പെടുത്തി എന്നുള്ളത് ആശ്വാസകരമായ കാര്യം. എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്? എങ്ങനെയായിരുന്നു ഈ രക്ഷപ്പെടുത്തിയ ആളിന്റെ ആരോഗ്യനില? എങ്ങനെയാണ്? ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടോ? പറയാം ആൽവിൻ വിവരങ്ങൾ. ഇടുക്കി വണ്ണപ്പുറം കോട്ടപ്പാറ വ്യൂ പോയിന്റിലാണ് യുവാവ് കൊക്കയിൽ വീണു എന്ന നമ്മളിപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ നിന്നുള്ളതാണ്. ഒരു യുവാവ്, എനിക്ക് ചിലപ്പോൾ ദൃശ്യങ്ങൾ കാണാനൊക്കെ, രാവിലത്തെ കാഴ്ചകൾ കാണാൻ, മോർണിംഗ് സീൻ കാണാൻ വന്നപ്പോൾ കാല് വഴുതി ഒരു പക്ഷേ കൊക്കയിൽ വീണതാകാം. ഇപ്പോൾ ഫയർഫോഴ്സ് എത്തി യുവാവിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ആൽവിൻ, ഈ സംഭവം എപ്പോഴായിരുന്നു? എങ്ങനെയായിരുന്നു? അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയോ? ആരോഗ്യനില എങ്ങനെയാണ്? പറയാം വിവരങ്ങൾ. പുലർച്ചെയാണ് ചീങ്കൽ സിറ്റി സ്വദേശിയായ സാംസണും അതുപോലെ തന്നെ സാംസന്റെ സുഹൃത്തുക്കളുമായിട്ടുള്ള ആളുകൾ രാവിലെ ഈ വ്യൂ പോയിന്റിലെത്തിയത്. ഇവിടെ നമ്മൾ 2 ആഴ്ച മുമ്പ് ഈ കോട്ടപ്പാറ വ്യൂ പോയിന്റ് സംബന്ധിച്ച് വാർത്ത നൽകിയിരുന്നു. അവിടെ വലിയ വ്യൂ പോയിന്റ് ഒക്കെയാണ് ഉള്ളതെങ്കിലും വലിയ അപകടം അവിടെ പതിയിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞതാണ്. അവിടെ വനവകുപ്പിന്റെ അധീനതയിലുള്ള ഒരു പ്രദേശമാണ് ഇവിടം. ഇന്ന് രാവിലെയാണ് ഈ സാംസണും സുഹൃത്തുക്കളും ചേർന്ന് അവിടെ എത്തുകയും തൊടുപുഴ വണ്ണപ്പുറത്ത് ആണ് ഈ വ്യൂ പോയിന്റ് ഉള്ളത്. വണ്ണപ്പുറം എന്ന സ്ഥലത്ത് സമീപം കോട്ടപ്പാറ എന്ന ഉയർന്ന പ്രദേശമാണ്. അവിടെ നിന്ന് ഈ സുഹൃത്തുക്കൾക്കൊപ്പം ഫോട്ടോ എടുക്കുന്നതിനിടയിൽ തെന്നി ഏതാണ്ട് 70 അടി താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ വീണപ്പോൾ അതൊരു പാറയിടുക്കിൽ വീണത് കൊണ്ടുമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഫയർഫോഴ്സ് വൃത്തങ്ങളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. സാംസൺ 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഇവരെ സുഹൃത്തുക്കളൊപ്പം അവിടെ വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ കാൽ വഴുതി, അവിടെ മഴ പെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാൽ വഴുതി ആണ് തെന്നി ഈ പാറയിടുക്കിലേക്ക് വീണത്. കൈക്കും കാലിലും സാരമായ പൊട്ടലുണ്ട് എന്നതൊഴികെ മറ്റ് അപകടങ്ങളൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. സാംസനെ ഒരു അടുത്തു തന്നെയുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തൊടുപുഴയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് പുലർച്ചെയായിരുന്നു ആ വ്യൂ പോയിന്റ് കാണാനായിട്ട് അവിടെ എത്തി. അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനോടൊപ്പം തെന്നി പോവുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഉടൻ തന്നെ അവിടെ ഫയർഫോഴ്സ് സംവിധാനം അവരെ എത്തി. ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും നാട്ടുകാരും പെട്ടെന്ന് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും തൊടുപുഴയിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് അവിടെ എത്തി അവരെ ഈ സാംസനെ ഈ പാറയിടുക്കിൽ നിന്ന് റോപ്പിട്ട് കയറ് ഇട്ട് കൊടുത്തുകൊണ്ട് രക്ഷപ്പെടുത്തുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും മറ്റ് ഗുരുതര പരിക്കുകളൊന്നും തന്നെയില്ല. കാലിനും കൈക്കും ചെറിയ പൊട്ടലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആശുപത്രിയിൽ ലഭിക്കുന്നത്. ഏതായാലും വലിയ അത്ഭുതമായിരുന്നു ആ രക്ഷപ്പെടൽ എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. വളരെ അപകടം പതിയിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ആ പ്രദേശം. അവിടെ ഒരു വേലിക്കെട്ടൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ 2 ആഴ്ച മുമ്പേ വാർത്ത നൽകിയിരുന്നു. വലിയ വ്യൂ പോയിന്റ് ആണ്. നിരവധി ആളുകൾ അവിടെ രാവിലെ വരുന്നതാണ്. പക്ഷേ അതിന് വേണ്ട മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഇല്ല എന്നുള്ളത് ഒരു വലിയ കോട്ടമായി തന്നെ നമുക്ക് പറയാൻ കഴിയും. ശരി ആൽവിൻ. ഇടുക്കി വണ്ണപ്പുറം കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ യുവാവ് കൊക്കയിൽ വീണു. അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആൽവിൻ.